IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1684 ദിവസമാണിന്ന്. ഇന്നലെ നമ്മുടെ ഹോമിയോപ്പതി ഡേ ഒക്കെ നമ്മൾ ആചരിച്ചു. വളരെ സന്തോഷമായിട്ട് ഒത്തിരി പാർട്ടിസിപ്പേഷനും വളരെ നല്ല വാക്കുകളും ഒക്കെ കേട്ട് എല്ലാവരും നല്ല ഹാപ്പിയിലാണ് ഇരിക്കുന്നതെന്നറിയാം. എങ്കിലും ആർക്കും ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട. ഇതൊന്നും നഷ്ടമാകാതെ നല്ലൊരു കൂട്ടായ പ്രവർത്തനം ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവരുടെയും നല്ല പ്രവർത്തനം ഇനിയും ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം, കൂട്ടായ പ്രവർത്തനം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മലയാളം പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മലയാളം വിഭാഗത്തിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ P.Y. സജിമോനാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം തൈറോയ്ഡ് ക്യാൻസറും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ ഒന്ന് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. നിങ്ങളെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി നമുക്ക് ഡോക്ടർ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാം. അതിനു മുമ്പായി ഒരു നിമിഷം ഈശ്വരപ്പ. നന്ദി. ഡോക്ടർ നമുക്ക് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് എന്ന് തന്നെ നമുക്കിപ്പോൾ വിളിക്കാം ഡോക്ടറെ. ക്യാൻസറിലാണ് ഡോക്ടർ തുടർച്ചയായിട്ട് ഗവേഷണങ്ങൾ നടത്തി അല്ലെങ്കിൽ അനുഭവങ്ങൾ കൂടി ഡോക്ടർ നമുക്ക് ഒരുപാട് അറിവുകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തൈറോയ്ഡ് ക്യാൻസറും ഹോമിയോപ്പതിയും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഒരിക്കൽ കൂടി ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ തൈറോയ്ഡ് ക്യാൻസറും അതിൻ്റെ പ്രതിവിധിയെ പറ്റിയുള്ളതാണ്. ഡിസ്കഷനായിട്ട് നമ്മൾ ഇന്ന് തയ്യാറായിട്ട് വന്നിരിക്കുന്നത്. തൈറോയ്ഡ് ക്യാൻസറിൻ്റെ കാര്യത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഒട്ടനവധി ഡോക്ടർമാർക്ക് തൈറോയ്ഡ് ക്യാൻസർ ചികിത്സയെപ്പറ്റി വളരെയധികം പരിചയം കാണും. എന്നാലും നമ്മുടെ ഡിസ്കഷൻ എന്ന നിലയ്ക്കാണ് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. തൈറോയ്ഡ് ക്യാൻസർ കൃത്യമായിട്ടും ചികിത്സിച്ചാലോ നമ്മുടെ ചികിത്സാ രംഗത്ത് വളരെ വൈഭവം കാണിക്കാവുന്ന ഒരു ക്യാൻസറിൻ്റെ ഒരു കാറ്റഗറിയാണ്. പലപ്പോഴും അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഡോക്ടർമാർക്കെല്ലാം ഇതിനെപ്പറ്റി സുപരിചിതമാണ്. നമ്മൾ പലപ്പോഴും തൈറോയ്ഡ് നൊഡ്യൂൾസ് ഏകദേശം 80% കണ്ടുവരുന്നു തൈറോയ്ഡ് ഡിസീസുകളിൽ. അപ്പോൾ അത് 10% തൈറോയ്ഡ് നൊഡ്യൂൾസ് ക്യാൻസർ ആയിട്ട് മാറുന്നത്. മറ്റു കാരണം എന്നാൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ റേഡിയേഷൻ എക്സ്പോഷ്യർ, അതുപോലെ പെസ്റ്റിസൈഡൽ വെജിറ്റബിൾസ്, അതുപോലെ മറ്റ് ക്യാൻസറിൻ്റെ പൊതുവായിട്ടുള്ള ട്രിഗേഴ്സ് എല്ലാം തൈറോയിഡിനെ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡയറ്ററി ഡിസോർഡേഴ്സുകൾ, അതുപോലെ ജങ്ക് ഫുഡ്സുകൾ എല്ലാം തൈറോയിഡ് ക്യാൻസറിന് കാരണമാകുന്നു. അതുകൂടാതെ തന്നെ അയഡിൻ ഡെഫിഷ്യൻസി ഒരു പ്രധാന കാരണമാണ് ലേറ്റസ്റ്റ് പഠനങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം അകത്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 60% ഇന്ത്യയിൽ തൈറോയിഡ് ക്യാൻസറിൻ്റെ ഒരു സാധ്യത ജനങ്ങളിൽ കണ്ടുവരുന്നു ഉള്ളതുകൊണ്ട് അത് വളരെയധികം പ്രസക്തമാണ്. പലപ്പോഴും തൈറോയിഡ് ക്യാൻസർ നമ്മൾ അൾട്രാസൗണ്ട് ഗ്രാഫ്, അതുപോലെ FNAC ഇതുവഴിയെല്ലാം തന്നെ കണ്ടെത്താൻ സാധിക്കുന്നു. ഒരു സാധാരണ ഡോക്ടർക്ക് വളരെയധികം ചെന്നെത്താവുന്ന ഒരു തലമാണ് തൈറോയിഡ് ക്യാൻസറിൻ്റെ ചികിത്സാ രീതികൾ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണഗതിയിൽ തൈറോയിഡ് ക്യാൻസർ പാപ്പിലറി തൈറോയിഡ്, ഫോളിക്കുലാർ തൈറോയിഡ് എന്നീ 2 ടൈപ്പുകളാണ് കണ്ടുവരുന്നത്.
പാപ്പുലറി തൈറോയിഡ് ക്യാൻസർ 80% പേർക്കും കണ്ടുവരുന്നു. എന്നാൽ ഫോളിക്കുലാർ ക്യാൻസർ 10% to 15% വരെ കണ്ടുവരുന്നു. പാപ്പുലറി തൈറോയിഡ് ക്യാൻസറിന് ഫോളിക്കുലാർ തൈറോയിഡ് ക്യാൻസറിനെയും പൊതുവായിട്ട് തന്നെ ആധുനിക വൈദ്യശാസ്ത്രം ഡിഫറൻഷിയേറ്റഡ് തൈറോയിഡ് ക്യാൻസർ എന്നും വിളിക്കാറുണ്ട്. പിന്നെ വളരെ മാരകമായിട്ട് നമ്മുടെ ജനസംഖ്യയിൽ കണ്ടുവരുന്ന തൈറോയിഡ് ക്യാൻസർ മെഡില്ലറി തൈറോയിഡ് ക്യാൻസർ ആണ്. ഇത് 2 തൊട്ട് 25% വരെ ആളുകൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ അഗ്രസീവായിട്ട്, വളരെ റെയറായിട്ട് ചികിത്സയൊന്നും മരുന്നുകളൊന്നും പ്രതികരിക്കാതിരിക്കുന്നതിന് അനാപ്ലാസ്റ്റിക് തൈറോയിഡ് ക്യാൻസറും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ തൈറോയിഡ് ക്യാൻസറിന്റെ ടൈപ്സുകൾ നമ്മൾ സുപരിചിതമാണെങ്കിലും തൈറോയിഡ് ക്യാൻസറിനെ പറ്റിയുള്ള ഒരു വിശകലനത്തിൽ ഇത് പറയേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. മിക്ക തൈറോയിഡ് ക്യാൻസറിന്റെ ചികിത്സ നമ്മൾ പൊതുവായിട്ട് നോക്കുമ്പോൾ തൈറോയിഡക്ടമി, പ്രത്യേകിച്ച് എല്ലാ വൈദ്യശാസ്ത്രവും ഒരുപോലെ തന്നെ തൈറോയിഡക്ടമിക്ക് വിധേയരാകാൻ പറയാറുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാ ഡോക്ടേഴ്സും. അപ്പൊ ടോട്ടൽ തൈറോയിഡക്ടമി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. അതേപോലെ ശസ്ത്രക്രിയയിൽ ഏറ്റവും കൂടുതൽ, എന്നാൽ ചെറിയ മുഴകളുണ്ടെങ്കിൽ ലോബെക്ടമി ആണ് ചെയ്യുന്നത്. അതായത് ട്യൂമർ അടങ്ങിയ തൈറോയിഡ് ഭാഗം മാത്രം നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് ലോബെക്ടമി. ചില സന്ദർഭങ്ങളിൽ തൈറോയിഡ് ക്യാൻസർ ഉള്ള ആളുകൾ ഉടനടി ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കാതെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ അൾട്രാസോണോഗ്രാഫും അതുപോലെ ക്യാൻസറിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയും നമ്മുടെ ഇന്ത്യയിൽ അവലംബിക്കാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ തന്നെ ലിംഫാറ്റിക് സ്പ്രെഡ്, അപ്പൊ സെർവിക്കൽ ലിംഫാറ്റിക് സ്പ്രെഡ് തൈറോയിഡ് ക്യാൻസർ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ സ്പ്രെഡ് ചെയ്യുന്നു. അത് ലിംഫിനോട് വലുതാകുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത്. അതിന് സെൻട്രൽ കമ്പാർട്ട്മെന്റ് നെക്ക് ഡിസെക്ഷൻ നടത്തുന്നു. അതുപോലെ ക്യാൻസറിന്റെ മെറ്റാസ്റ്റാസിസ് കഴുത്തിലെ ലിംഫ് നോഡിലേക്ക് വ്യാപിക്കുന്ന ആണ് മോഡിഫൈഡ് റാഡിക്കൽ നീഡ് നെക്ക് ഡിസെക്ഷൻ എന്ന് പറയുന്ന സർജറിയാണ് നമ്മൾ അവലംബിക്കുന്നത്. അപ്പൊ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ക്യാൻസറിനെ വരുതിയിലാക്കുവാൻ ആധുനിക വൈദ്യശാസ്ത്രം റേഡിയോ ആക്റ്റീവ് അയഡിൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ RAAI എന്നാണ് അതിന് പറയുന്നത്. തൈറോയിഡക്ടമിക്ക് ശേഷം ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ ഈ ചികിത്സ കീമോതെറാപ്പി, റേഡിയേഷൻ കൂടാതെ തന്നെ കണ്ടുവരാൻ റേഡിയോ ആക്റ്റീവ് അയഡിൻ ആണ് അത് കൂടുതലും വരുന്നത്. അപ്പൊ ഇതാണ് ഒരു തൈറോയിഡ് ക്യാൻസറിന്റെ പശ്ചാത്തലം. അപ്പൊ തൈറോയിഡ് ക്യാൻസറിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തൈറോയിഡിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് അൾട്രാസോണോഗ്രാഫ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഗോയിറ്റർ കാണുകയും നൊഡ്യൂൾ കാണുകയും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ USG നെക്ക് അല്ലെ ത്രോട്ട് ഇതൊക്കെ നമ്മൾ എടുക്കാൻ രോഗികളോട് നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ ട്യൂമർ മാർക്കേഴ്സിന് കൃത്യതയോടുകൂടി ഇതിനൊരു പങ്കുണ്ട്. അത് നമ്മൾ പറയുകയാണ് തൈറോഗ്ലോബുലിൻ ആണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്ലോബിന് ഒരു പ്രൈമറി ട്യൂമർ മാർക്കർ ആയിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം തൈറോയിഡ് ക്യാൻസറിന്. അത് കൂടുതലും സർവ്വസാധാരണമായിട്ട് തന്നെ അത് ഹൈ ആകുക എന്നുള്ള വരുമ്പോൾ തന്നെ നമുക്ക് ക്യാൻസറിന്റെ ഒരു തുടക്കമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ കാൽസിറ്റോണിൻ ഞാൻ നേരത്തെ പറഞ്ഞ മെഡില്ലറി തൈറോയിഡ് ക്യാൻസറിനാണ് കൂടുതലും ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്നത്. മെഡില്ലറി തൈറോയിഡ് ക്യാൻസർ ആയിരിക്കും അത് കൂടുതലും കാൽസിറ്റോണിൻ എലിവേറ്റ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ട്രീറ്റ്മെന്റ് എഫക്റ്റീവ്നെസ്സിനും അതുപോലെ റിക്കറൻസ് ഡിറ്റക്ഷനും അതുപോലെ ക്യാൻസർ അതിൻ്റെ ബിഹേവിയർ ഡിറ്റക്ട് ചെയ്യുന്നതിനും അത് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ റിക്കറൻസ് മനസ്സിലാക്കാനും ഒക്കെ മെഡില്ലറി തൈറോയിഡ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ട്യൂമർ മാർക്കർ തന്നെയാണ്. അതുപോലെ തന്നെ CA കാർസിനോമ എംബ്രിയോണിക് ആന്റിജൻ നമ്മൾ സുപരിചിതമായിട്ട് തന്നെ ക്യാൻസർ ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന CA ആണ്.
ഈ 3 ട്യൂമർ മാർക്കറിന് പുറമേ തന്നെ നമ്മൾ നേരത്തെ ഡിഫറൻഷിയേറ്റഡ് തൈറോയിഡ് ക്യാൻസറിന് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ FNACയോടൊപ്പം മറ്റ് കൂടുതൽ ചികിത്സ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗാലക്റ്റിക് 3 ആൻഡ് HBME1 എന്ന് പറയുന്ന ട്യൂമർ മാർക്കർ. അത് പലപ്പോഴും ഓൺകോളജിസ്റ്റുമാരാണ് അത് കൂടുതൽ എഴുതി കൊടുക്കുന്നത്. അതുപോലെ ബ്രാഫ് മ്യൂട്ടേഷൻ, ബ്രാഫ് ജീനിന്റെ പാപ്പുലറി തൈറോയിഡ് ക്യാൻസറിന്റെ ഒരു കാരണം തന്നെ ഈ ജനറ്റിക്കൽ ലെവലിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. അത് പലപ്പോഴും ബ്രാഫ് മ്യൂട്ടേഷൻ ടെസ്റ്റ് നമുക്ക് ചെയ്താൽ തന്നെ ഡിഫറൻഷിയേറ്റഡ് തൈറോയിഡ് ക്യാൻസറിന്റെ ഡിറ്റക്ഷൻ എളുപ്പമാകും. അതുപോലെ RET ആൻഡ് TTS മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കർ ഉണ്ട്. RET PTC മ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ കൂടുതലും മെഡിലറി തൈറോയിഡ് ക്യാൻസർ വളരെയധികം നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങാത്ത രീതിയിൽ ചികിത്സിക്കാൻ പോകേണ്ടി വരുന്ന റെഡിയാക്കി ആയിട്ട് കൊടുത്താൽ പോലും അത് കൃത്യമായിട്ട് തന്നെ വഴങ്ങാത്ത ഡോക്ടറെ കേൾക്കാവോ? ഡോക്ടർ പറയുന്നത് കേൾക്കാമോ? ഇടയ്ക്ക് ഇച്ചിരി കട്ടായി പോയി ഡോക്ടറെ, അല്ലേ? ഇപ്പൊ കേൾക്കാമോ? ഡോക്ടർ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? അൺമ്യൂട്ട് ചെയ്തേ. ലതാ മനോഹരൻ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ. ഒന്നുകൂടെ ചെയ്യൂ, അൺമ്യൂട്ട് ചെയ്യൂ. ഡോക്ടറെ ചില സമയത്ത് വളരെ താന്നു പോകുന്നു, കിട്ടുന്നില്ല, സൗണ്ട് കിട്ടുന്നില്ല. പ്രശോഭനൻ ഡോക്ടർ കേൾക്കാന്ന് പറയുന്നു. പക്ഷെ എനിക്ക് കേൾക്കുന്നില്ല, അതാ ഞാൻ ചോദിക്കും. കേൾക്കാമോ? ഇടയ്ക്ക് ഒരു ശകലം മുറിഞ്ഞു പോയി ഡോക്ടറെ. അപ്പൊ എന്താണ് മറ്റേ ട്യൂമർ മാർക്ക് കാൽസിറ്റോണിൻ അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ വേറൊരു ടെസ്റ്റ് പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇപ്പൊ കേക്കാം ഡോക്ടർ. ഇടയ്ക്ക് ഒരു ഇത്തിരി പ്രീവിയസ് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്യൂമർ മാർക്കർ എന്ന് പറയുന്ന ഗാലക്റ്റിക് 3 ആൻഡ് HBME1 എന്ന് പറയുന്ന ട്യൂമർ മാർക്കറാണ്. അത് പലപ്പോഴും ഡിഫറൻഷിയേറ്റഡ് തൈറോയിഡ് ക്യാൻസറിന്റെ പ്ലസ് FNAC സാമ്പിൾ എടുക്കുന്ന കൊടുത്ത് ചെയ്യുന്ന ടെസ്റ്റാണ്. അതുപോലെ തന്നെ ബ്രാഫ് ജീൻ ടെസ്റ്റ്, അപ്പൊ അത് കൂടുതലും ബ്രാഫ് മ്യൂട്ടേഷൻ ട്യൂമർ മാർക്കർ എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ RET ആൻഡ് PTC മ്യൂട്ടേഷൻ, അത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞാല് മെഡിലറി തൈറോയിഡ് ക്യാൻസർ ഒരു ട്രീറ്റ്മെന്റിന് പലർക്കും വഴങ്ങാതെ പോകുന്ന ഒരു ക്യാൻസറിന്റെ വകഭേദമാണ്. അതിന്റെ ഒരു പ്രോഗ്നോസ്റ്റിക് മാർക്കറായിട്ടും RET ഓർ PTC മ്യൂട്ടേഷൻ എടുക്കാറുണ്ട്. അപ്പൊ ഇത്രയാണ് കൂടുതലും തൈറോയിഡ് ക്യാൻസറിന്റെ ട്യൂമർ മാർക്കറിൽ നമ്മൾ തൈറോയിഡ് ക്യാൻസർ ട്യൂമർ മാർക്കറായിട്ട് ഉപയോഗിക്കുന്നത്. അതിലുപരി നമ്മൾ പിന്നെ ഇമേജസിന്റെ കൂടെ ഒരു ക്ലാസിഫിക്കേഷൻ വരും. ഇമേജസ് ഡയഗ്നോസിസ് എന്ന് പറയും, TIRADS ആണ്, തൈറോയിഡ് ഇമേജിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ സിസ്റ്റം. അത് TIRADS പലപ്പോഴും പിന്നെ 5 ഗ്രേഡായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് കുറച്ചത് പറയേണ്ടതായിട്ട് വരുന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. TIRADS 1 എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ തൈറോയിഡ് ഗ്ലാൻഡ് തന്നെ ആയിരിക്കും. അതുപോലെ TIRADS 2 എന്ന് പറയുന്നത് ബിനൈൻ കണ്ടീഷൻ ആയിരിക്കും. TIRADS 3 എന്ന് പറയുന്നത് പ്രോബബ്ലി ബിനൈൻ നൊഡ്യൂൾ ആയിരിക്കും. നൊഡ്യൂൾസ് USDയിലൊക്കെ വരുമ്പോൾ കൂടുതലും പ്രോബബ്ലി ബിനൈൻ ആയിരിക്കും. അതുപോലെ TIRADS 4 എന്ന് പറയുന്ന നൊഡ്യൂൾസ് സസ്പീഷ്യസ് ലെവലിലേക്ക് പോകുന്നു, ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് സസ്പീഷ്യസ് ആയിട്ട് വരുന്നു. TIRADS 5 എന്ന് പറഞ്ഞാൽ ഹൈലി സസ്പീഷ്യസ് ആയിരിക്കും മാലിഗ്നൻസിക്കുള്ള. അപ്പൊ ആ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ FNAC തന്നെ കർശനമായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തൈറോയിഡ് നൊഡ്യൂള് ലെസ് ദാൻ 1 സെന്റിമീറ്റർ ബിലോ ആണെങ്കിൽ നമ്മളത് ബിനൈൻ ആണെന്ന് പറയാം. അതുപോലെ 4 സെന്റിമീറ്റർ ഹയർ ആണെങ്കിൽ അത് പലപ്പോഴും സസ്പീഷ്യസ് ആവുകയും തൈറോയിഡ് സർജറിക്ക് റെഫർ ചെയ്യേണ്ടതായിട്ടുള്ളതാണ് അതിന്റെ പ്രോട്ടോകോൾ. ഇതാണ് തൈറോയിഡ് ക്യാൻസറിന്റെ ആ ഒരു ഡയഗ്നോസ്റ്റിക് ലെവലിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ FNACയുടെ ലെവലിൽ ഒരു ഗ്രേഡിംഗ് ഉണ്ട്. അതിന് ബെതസ്ഡ സിസ്റ്റം ഓഫ്
റിപ്പോർട്ടിംഗ് ആണ്. പലപ്പോഴും സൈറ്റോപതോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൻ്റെ അകത്ത് പലപ്പോഴും ഏകദേശം 6 ഗ്രേഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് 5ഉം 6ഉം ലെവൽ വരുമ്പോഴാണ് സസ്പീഷ്യസും അതുപോലെ മാലിഗ്നന്റ് ആണെന്നും നമ്മൾ എത്തിച്ചേരുന്നത്. അതുപോലെ ബെഥെസ്ഡ 3 വരുമ്പോൾ അത് പലപ്പോഴും ആ ക്യാൻസർ കോശങ്ങളിൽ വരുന്ന അനിയന്ത്രിതമായ കോശവർദ്ധനവ് നമുക്ക് അവിടെ ഉണ്ടാകുന്നു എന്ന് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഉപകരിക്കുന്നു. അപ്പൊ ഇതാണ് ഒരു ഡയഗ്നോസ്റ്റിക് ലെവലിലേക്ക് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ തൈറോയിഡ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു വിവക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ആ ചികിത്സകന് വ്യത്യസ്തമായിട്ട് രീതിയിൽ യാതൊരു തർക്കമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. അത് ചികിത്സയിൽ വളരെ ഫലവത്താകും. നമുക്കൊരു കേസ് ടേക്കിംഗ് റെപ്പർട്ടോറി ടോട്ടാലിറ്റി വന്ന ഒരു മരുന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം സവിശേഷപരമായ രോഗിക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കും എന്നുള്ള തർക്കമില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കും. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് എടുക്കുന്നതിന് പുറമെ തന്നെ ഒരു പാത്തോളജിക്കൽ ലെവലില് തൈറോയിഡ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതാണ് ഈ ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ലെവലിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലുള്ള ട്രീറ്റ്മെന്റ് പുറമെ ആ ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരുന്നു. പലപ്പോഴും നമ്മൾ സുപരിചിതമായ ഒരു ക്യാൻസർ തൈറോയിഡ് വന്നാൽ നമ്മളൊരു ഒരു വിമർശനാത്മകമായിട്ട് തന്നെ നമ്മൾ അയോഡം ഒക്കെ കൊടുത്ത് ആ രോഗിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു. അതിലൊക്കെ അപ്പുറം ഈ തൈറോയിഡ് ഗ്രന്ഥിക്ക് അഫക്ഷൻ വരുന്ന പലതരം സുപരിചിതമായ മരുന്നുകളും നമുക്കുണ്ട് എന്നുള്ള ഒരു സത്യമാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് കൂടുതലും പറയുന്നത് ഒരു ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പി ലെവലിൽ വരുന്നത് ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ ലെവലാണ്. ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടൈറോസിൻ കൈനേസിനെ ബ്ലോക്ക് ചെയ്യുക. പലപ്പോഴും തൈറോയിഡ് ക്യാൻസർ തൊട്ടുള്ള എല്ലാത്തിനും ക്യാൻസറിന്റെ ഒരു ആക്ഷൻ ആ ക്യാൻസർ കോശങ്ങളുടെ ഒരു അനിയന്ത്രിതമായ വളർച്ചയെ സഹായിക്കുന്ന ടൈറോസിൻ കൈനേസ് ആണ്. അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് കൂടുതലും അലോപ്പതി സിസ്റ്റത്തിനൊക്കെ അവര് ശ്രമിക്കുക. അതിന്റെ കീമോതെറാപ്പിയൊക്കെ ചെയ്യാൻ അവര് മുതിരുന്നത്. പലപ്പോഴും റേഡിയോ ആക്റ്റീവ് അയഡിന് പുറമേ തന്നെ തൈറോയിഡ് ക്യാൻസറിന് ഇത്തരം തൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ കൊടുത്താണ് അവര് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റത്തില് നാച്ചുറൽ ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ നിലവിലുണ്ട്. അതിനെ ആശ്രയിച്ച് നമുക്ക് തൈറോയിഡ് ക്യാൻസറിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് വിസ്പാൽബ് മദർ ടിഞ്ചർ തന്നെയാണ്. അപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ഒരു പ്രൈമറി കൃത്യമായിട്ട് തന്നെ അഡ്വാൻസ്ഡ് തൈറോയിഡ് ക്യാൻസറിന് തർക്കമില്ലാതെ തന്നെ കൊടുക്കാൻ സാധിക്കുന്ന, എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ വിസ്പാൽബ് ഒരു പ്രധാനപ്പെട്ട മരുന്ന് തന്നെയാണ്. അതായത് സ്റ്റോപ്പ് മോസ്റ്റ് തൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് വിസ്പാൽബ് തന്നെയാണ്. അത് പലപ്പോഴും അപ്പോറ്റോസിസ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകൾ പലപ്പോഴും ക്യാൻസർ കോശങ്ങളുടെ ഉൽപാദനം തടയുകയും ഒരു സ്വയം നശീകരണ പ്രവണത ശരീരത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്ന, അതുപോലെ തന്നെ ഒരു മോണോക്ലോണൽ ആന്റിബോഡി ആയിട്ട് പ്രവർത്തിക്കുന്നതിന് ഒരു തർക്കവും ഇല്ല. ഏകദേശം 80% ആളുകൾക്കും ഏത് ഹിസ്റ്റോപാതോളജിക്കൽ ലെവലിലാണെങ്കിൽ പോലും തൈറോയിഡ് ക്യാൻസറിന് വിസ്പാൽബ് കൊടുക്കാവുന്നതാണ്. അതിന് ഏറ്റവും കൂടുതൽ തന്നെ ഒരു 60 to 80% റിസൾട്ടും കണ്ടുവരുന്നുണ്ട്. രണ്ടാമത് പറയാനുള്ള എച്ചിനീഷ്യ മദർ ടിഞ്ചറാണ്. പലപ്പോഴും പല ക്യാൻസർ സ്റ്റേജിലും എച്ചിനീഷ്യ കൊടുക്കുന്നില്ല, ചിലർ കൊടുക്കുന്നു. എന്നാലും എച്ചിനീഷ്യ ഒരു തൈറോയിഡ് ക്യാൻസറിന് വളരെ ഫലവത്തായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധമാണ്. അതിൻ്റെ പ്രത്യേക ഹെൽത്തി കണ്ടീഷനിലുള്ള മൾട്ടിപ്പിൾ ഹെൽത്തി കണ്ടീഷൻ ഉപകരിക്കുന്ന
ഒരു ആന്റി ഓക്സിഡന്റ് മരുന്നാണ് എച്ചിനീഷ്യ. എന്നാൽ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോയിറ്റർ വന്നതിന് ശേഷം ടെൻഡൻസി ടു മാലിഗ്നൻസി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസറിന് വരെ ഉപയോഗിക്കുന്ന ഒരു മരുന്നായിട്ടാണ് കൃത്യമായിട്ട് തന്നെ ഫാർമക്കോപ്പിയയിൽ വിവരിക്കുന്നത്. അപ്പോൾ ഗോയിറ്റർ വന്നിട്ട് ആ മാലിഗ്നന്റ് ടെൻഡൻസി ഉള്ളവര് ഇതിലേക്ക് വന്നാൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എച്ചിനീഷ്യയെ തന്നെയാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ഹോട്ട്കിൻ പിന്നെ ലിംഫാറ്റിക് സ്പ്രെഡ് സുപരിചിതമായിട്ട് തന്നെ പ്രത്യേകിച്ച് മെഡിലറി തൈറോയിഡ് ക്യാൻസർ തൊട്ട് ഡിഫറൻഷ്യേറ്റഡ് തൈറോയിഡ് ക്യാൻസർ ഉൾപ്പെടെയുള്ള എല്ലാത്തിനും ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ലിംഫാറ്റിക് സ്പ്രെഡ് ഉറപ്പായിട്ടും അവിടെ കാണാം. ആക്സിലറി, സെർവിക്കല്, അതുപോലെ സബ് മാക്സിലറി ഇങ്ങനെയുള്ള എല്ലാ റീജിയണിലും ലിംഫാറ്റിക് സ്പ്രെഡ് വരുന്നുണ്ട്. അതിന് ഏറ്റവും സവിശേഷതമായ മരുന്ന് ഇൻഹിബിറ്ററിലെ ഏറ്റവും കൂടുതൽ സ്കോപ്പുലാരിയ നോഡോസ തന്നെയാണ്. അതുപോലെ ഇതിന്റെ രണ്ടിന്റെയും പൊട്ടൻസി ഏതാന്ന് ഇവിടെ ഒന്ന് അത് പറയാം. പിന്നെ ഇതെപ്പോഴും നമ്മളെ തൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ പലപ്പോഴും വിസ്കോവാൽവ് ടിഞ്ചറിലാണ് പ്രവർത്തിക്കുന്നത്. എച്ചിനീഷ്യയായി അതുപോലെ മദർ ടിഞ്ചറിലാണ് പ്രവർത്തിക്കുന്നത്. സ്കോപ്പുലാരിയ നോഡോസ കൂടുതൽ 30th 3x 6 പൊട്ടൻസികളും കൃത്യമായിട്ട് നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ മദർ ടിഞ്ചർ കൊടുത്താലും അത് ഫലവത്തായിട്ട് തന്നെ പോകുന്നതാണ്. പിന്നെ നമ്മളെ തർക്കമില്ലാതെ തൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ പിന്നെ നോസോഡുകളിലായ കാർസിനോസിനും മലാൻഡ്രിനുമാണ്. അത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. കാർസിനോസിൻ പലപ്പോഴും ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ തൈറോയിഡക്ടമിക്ക് മുമ്പ് ഒരു ഗ്ലാൻഡിൽ വരുന്ന ഒരു ലെവൽസിൽ കൺട്രോൾ ചെയ്യാൻ കാർസിനോസിൻ കൊടുക്കുമെങ്കിലും ആഫ്റ്റർ തൈറോയിഡക്ടമി ഈവൻ റേഡിയോ ആക്റ്റീവ് അയഡിൻ പിന്നെ കൊടുക്കുന്ന സ്റ്റേജിലും ആഫ്റ്റർ തൈറോയിഡക്ടമിക്കും ഏറ്റവും കൂടുതൽ സവിശേഷമായിട്ട് വരുന്നത് മലാൻഡ്രിനം തന്നെയാണ്. മലാൻഡ്രിനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈവൻ സർജിക്കൽ ഡീബൾക്കിങ് ഓപ്പറേഷൻ കഴിഞ്ഞ് അതിലാണ് അവശേഷിക്കുന്ന ക്യാൻസർ സെല്ലിനെ വളരെയധികം നശിപ്പിക്കാൻ കഴിവുള്ള ഒരു പിന്നെ നോസോഡാണ് മലാൻഡ്രിനം. മലാൻഡ്രിനം ഒരു കാരണവശാലും ആഫ്റ്റർ തൈറോയിഡക്ടമിക്ക് ശേഷം പേഷ്യൻസിന് കൊടുക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. ഈവൻ 92% അത് ഹെൽപ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വേറൊരു സവിശേഷമായ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് കുർക്കുമ ലോങ്ക തന്നെയാണ്. കുർക്കുമ ലോങ്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറൽ തൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ എന്ന് തന്നെയാണ് കുർക്കുമയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ EGFR അതിന്റെ റോൾ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റേഴ്സിനെ കുറച്ചാണ് ഇതിനെ തൈറോയിഡ് ക്യാൻസറിനെ അത് വരുതിയിൽ വരുത്തുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ലോവറിങ് EGFR ആണ് ഇത് കുറയ്ക്കുന്നത്. അതിനൊരു പ്രത്യേക കഴിവുകൾ തന്നെ കൊടുക്കുന്നതിന് ഒരു കീമോതെറാപ്യൂട്ടിക് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന മരുന്നാണ്. പലപ്പോഴും തൈറോയിഡ് ക്യാൻസറിന് കുർക്കുമ ലോങ്ക വളരെയധികം സവിശേഷമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും മരുന്നുകളാണ് തൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഹോമിയോപ്പതിയിൽ നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുന്നത്. അത് ഒന്ന് വിസ്കോവാൽവ്, എച്ചിനീഷ്യ മദർ ടിഞ്ചർ, സ്കോപ്പുലാരിയ നോഡോസ ഈവൻ ടിഞ്ചർ ഓർ പൊട്ടൻസി, കാർസിനോസിൻ മലാൻഡ്രിനം ഇറ്റ്സ് 30 to 200 പൊട്ടൻസി. കുർക്കുമ ഈവൻ മദർ ടിഞ്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കൂടുതലും പ്രാക്ടിക്കൽ ലെവലിൽ യൂസ് ചെയ്യുന്നത്. സ്കോപ്പുലാരിയ നോഡോസയുടെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ലിംഫാറ്റിക് സ്പ്രെഡ്. തൈറോയിഡ് ക്യാൻസറിന്റെ ഏത് സ്റ്റേജിലും തൈറോയിഡിന്റെ ഏത് ടൈപ്പുകളിലും ലിംഫാറ്റിക് സ്പ്രെഡ് സർവ്വസാധാരണമാണ്. ഈവൻ മൈൽഡ് ടു മോഡറേറ്റ് ടു സിവിയർ ലെവലിലും ലിംഫാറ്റിക് സ്പ്രെഡ് കൃത്യമായിട്ട് തന്നെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് സ്കോപ്പുലാരിയ നോഡോസ കൃത്യമായിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഹോട്ട്കിൻസ് ലെവലിലും അതുപോലെ തന്നെ പിന്നെ ട്യൂമേഴ്സ് ഡിസോൾവ് ചെയ്യാനുള്ള കഴിവുകൾ
അതുപോലെ അൾസറേഷൻ ആൻഡ് ഫംഗിസൈഡൽ ആക്ഷന്, അതുപോലെ സ്കിറസ് കൃത്യമായിട്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നു. അത് അങ്ങനെ ലിംഫാറ്റിക് മെറ്റാസ്റ്റാസിസ് തടയുകയും അത് കൃത്യമായിട്ട് തന്നെ അത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് തന്നെ ഒരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഇൻഹിബിറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ഡീബൾക്കിങ്ങിന് വിധേയമായ ഒരു തൈറോയിഡ്, അതൊരു തൈറോയിഡക്ടമി അല്ലെങ്കിൽ ലോബക്ടമിയിൽ നമ്മൾ കൂടുതലും തൂജ ഓസിഡന്റാലിസിനെ മറക്കാൻ പാടില്ല. അത് സൈക്കോട്ടിക് റിയാക്ഷൻ മോഡിൽ പ്രവർത്തിക്കുന്ന ബിനൈൻ ഓർ മാലിഗ്നന്റ്. അപ്പൊ ടിറാഡ്സ് 2 to 4 ലെവലിലും 4 to 5 ലെവലിലും ഗ്രേഡ് വന്നാൽ തന്നെ നമ്മൾ ഒക്കേഷണലി ഇന്റർകറന്റ് ആയിട്ട് തന്നെ തൂജ ഓസിഡന്റാലിസിനെ നമ്മൾ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യണം ട്രീറ്റ്മെന്റിൽ. കാരണം അത് 6C പൊട്ടൻസിയിലും 1M പൊട്ടൻസിയിലും കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റഡ് ഡോസ് ആയിട്ട് തന്നെ. അത് കൂടുതലും തൂജ അപ്പോറ്റോസിസ്, അതുപോലെ തന്നെ പ്രിവെന്റീവ് പ്രോഗ്രഷൻ ഓഫ് കാർസിനോമ ഇൻ സിറ്റു. പലപ്പോഴും കാർസിനോമ സിറ്റു ലെവലിൽ ടിറാഡ്സ് 2 to 3 ലെവലിലും അതുപോലെ ബെതേസ്റ്റ 0 to 5 ലെവലിലും തൂജയ്ക്ക് നല്ല ഒരു റിസൾട്ട് കാറ്റഗറൈസ് ചെയ്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അടുത്ത വരുന്നത് കൊണിയമ്മയ്ക്കാണ്. അപ്പം ഗ്ലാൻഡുലാർ ഇൻവേഷൻസും ഗ്ലാൻഡിന്റെ അത് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻസിനും ക്യാൻസറിന്റെ പിന്നെ ആ പ്രോഗ്രഷനെ തടയാൻ കണ്ണുമടച്ചു കൊടുക്കാവുന്ന വേറൊരു മരുന്നാണ് കൊണിയമ്മയ്ക്ക്. പലപ്പോഴും ടൊട്ടാലിറ്റി കിട്ടുവാണെങ്കിൽ നമുക്കത് ഫസ്റ്റ് ഗ്രേഡ് സിംറ്റംസ് ആയിട്ട് തന്നെ ഉപയോഗിച്ച് ഈ മരുന്നുകൾ നൽകിയാൽ നല്ലതായിരിക്കുന്നതാണ്. പിന്നെ കൃത്യമായിട്ട് തന്നെ ലിംഫാറ്റിക്, ഞാൻ നേരത്തെ പറഞ്ഞു തൈറോയിഡ് ക്യാൻസറിന്റെ ഒരു ഡിസ്കഷന് വരുമ്പോൾ ലിംഫാറ്റിക് സ്പ്രെഡിലെ കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ലിംഫ് മെറ്റാസ്റ്റസിസ് മൈൽഡ് ടു മോഡറേറ്റ് ലെവലിൽ പോലും തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് തൈറോയിഡ് ക്യാൻസറിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകുതിയും ഏകദേശം 90% ക്യാൻസറുകളും ഒരു മരുന്നിനോട് പ്രതികരിക്കുകയും അത് അസുഖം വഷളാകാതെ തന്നെ ഡിലേ ആയി തന്നെ നിന്ന് രോഗികൾക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു പ്രവണത തൈറോയിഡ് ക്യാൻസറിനുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ മെഡിലറി തൈറോയിഡ് ക്യാൻസറിന് പലപ്പോഴും ഒരു 5 to 10% വളരെ അഗ്രസീവായിട്ട് കാണുകയും കാൽസിറ്റോണിനൊക്കെ ഹൈ ആകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ക്ലാസ്സിൽ ഒരു പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ ട്യൂമർ മാർക്കറിനെ പറ്റി സംസാരിച്ചു. പലപ്പോഴും തൈറോഗ്ലോബുലിനെ റെഡ്യൂസ് ചെയ്യുന്നത് കാർസിനോസിനും അതുപോലെ തന്നെ മലാൻഡ്രിനവും വളരെയധികം പ്രയോജനകരമാകും തൈറോഗ്ലോബുലിനെ റെഡ്യൂസ് ചെയ്യാൻ. തേർഡായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നോസോൾസ് ട്യൂബർകുലിനവും സോറിനത്തിനും നല്ല ഒരു റിസൾട്ട് കിട്ടാറുണ്ട്. നമ്മളത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ കാൽസിറ്റോണിനെ റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല വിസ്കോആൽബ് മദർ ടിഞ്ചറും കുർക്കുമ മദർ ടിഞ്ചറും മലാൻഡ്രിനും 30 to 200 എന്നീ മരുന്നുകളുമാണ് കാൽസിറ്റോണിനെ റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും. എന്നാൽ ടോട്ടലി CEA നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കാർസിനോ എംബ്രിയോണിക് ആന്റിജൻ ലെവലിൽ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ മേൽ പറഞ്ഞ എല്ലാ ഇൻഹിബിറ്ററുകളും കൃത്യമായിട്ട് തന്നെ CEA കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതാണെന്നുള്ള ക്ലിനിക്കൽ ട്രയൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് മരുന്നുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലിംഫാറ്റിക് സ്പ്രെഡ് വരികയും നമ്മൾ തൈറോയിഡക്ടമിക്ക് ശേഷം ലിംഫാറ്റിക് ഡിസെക്ഷൻ വരികയും ചെയ്യുന്ന ഗാലിയം മദർ ടിഞ്ചർ വളരെയധികം പ്രയോജനകരമാണ്. ഗാലിയം അതുപോലെ തന്നെ പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ റേഡിയോ അയഡിൻ ട്രീറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സങ്കീർണത വരുമ്പോൾ അതിനോടൊപ്പം കൊടുക്കുന്ന മരുന്നുകൾ റേഡിയോ അയഡിൻ പലപ്പോഴും തൈറോയിഡ് ക്യാൻസറിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന് റേഡിയോ ഫ്രീക്വൻസി ആബ്ലേഷന് ഏറ്റവും നല്ല മരുന്ന് റേഡിയം ബ്രോമൈഡും എച്ചിനീഷ്യ മദർ ടിഞ്ചറും അലോവറ മദർ ടിഞ്ചറുമാണ്.
അപ്പോൾ റേഡിയോ അയഡിൻ അപ്ടേക്ക് അതുപോലെ റേഡിയോ അയഡിൻ തെറാപ്പിക്കൊക്കെ മുമ്പോ ശേഷമോ അതിനോടൊപ്പം രോഗികൾക്ക് വളരെ സങ്കീർണമായ പിന്നെ ഡിസോർഡേഴ്സും അതുപോലെ പിന്നെ വല്ലായ്മയും ഒക്കെ വരുമ്പോൾ നമ്മൾ റേഡിയം ബ്രോമൈഡും എച്ചിനേഷ്യ അലോവറയും ചിന്തിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ക്യാൻസർ തൈറോയിഡ് ക്യാൻസർ ട്രീറ്റ്മെന്റിന് പിന്നെ ഒരു സ്പെസിഫിക്കേഷൻ ലെവലില് ഡ്രെയിനേജസ് റെമഡീസ് ആയിട്ട് നമ്മൾക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത് കൽക്കേരിയ ഗ്രൂപ്പ് റെമഡീസ് ആണ്. കൽക്കേരിയ കാർബ്, കൽക്കേരിയ ഫ്ലോറേറ്റം, കൽക്കേരിയ അയഡൈഡ്, പിന്നെ അതുപോലെ ഈ 3 മരുന്നുകളും വളരെയധികം ഇന്റർകറന്റ് റെമഡീസ് ആയിട്ടോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗുകളായിട്ടോ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാം നല്ല റിസൾട്ടുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കേരിയ കാർബ് ആണെങ്കിൽ തൈറോയിഡ് ഹൈപ്പോതൈറോയിഡിസത്തിന് നമ്മൾ ജനറലി തൈറോയിഡ് ഡിസോർഡറിന് കൊടുക്കുമെങ്കിലും മെറ്റാസ്റ്റാസിസ് വരുമ്പോൾ സബ്മാക്സിലറി പരോട്ടിക് ആക്സിലറി ആൻഡ് സെർവിക്കൽ റീജിയണിൽ അല്ലെങ്കിൽ മീസെൻട്രിക് ലിംഫ് നോഡ്സിൽ കൂടുതൽ ഡിസ്റ്റൻസ് മെറ്റാസിസ് വരുമ്പോൾ കൽക്കേരിയ കാർബ് കൃത്യമായിട്ട് തന്നെ 0 ബാറിലൊക്കെ കൊടുത്താൽ നല്ല റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫ്ലോറേറ്റം, കൽക്കേരിയ ഫ്ലോറേറ്റം തൈറോയിഡ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിൽ വളരെയധികം പിന്നെ പ്രയോജനകരമാണ് കൽക്കേരിയ ഫ്ലോറേറ്റം. തൈറോയിഡക്ടമിക്ക് ശേഷം വരുന്ന അഡ്ഹഷൻസിനെ റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല മരുന്നാണ് പിന്നെ കൽക്കേരിയ ഫ്ലോറേറ്റം. 30 റിപ്പീറ്റഡ് ഡോസ് കൊടുത്താൽ തന്നെയാണ് അത്. തൈറോയിഡക്ടമിക്ക് ശേഷം ക്യാൻസർ തൈറോയിഡക്ടമി അല്ലെ ടോട്ടൽ തൈറോയിഡക്ടമിക്ക് ശേഷം അല്ലെ ബിനൈൻ ലെവലിലാണേലും തൈറോയിഡക്ടമിക്ക് ശേഷം നെക്ക് ഡിസ്കംഫോർട്ട് പേഷ്യൻസിന് കാണുന്നു. അതുപോലെ നെക്ക് ടൈറ്റ്നെസ് കാണുന്നു. അതുപോലെ സ്കിൻ സ്കാറിങ്. ഈ 3 സിംറ്റംസ് വരുമ്പോഴാണ് അഡ്ഹഷൻ സംജാതമാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത് കൂടുതലും മെഡില്ലറി ക്യാൻസർ തൈറോയിഡിനായിരിക്കും കണ്ടുവരുന്നത്. ഈ ടെൻഡൻസി ടു അഡ്ഹഷൻ ഈസ് റെഡ്യൂസ്ഡ് ദാറ്റ് കൽക്കേരിയ ഫ്ലോറേറ്റം കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും കൂടുതൽ 98% പേഷ്യൻസ് ഈ അഡ്ഹഷൻസിന്റെ കാര്യം ആഫ്റ്റർ സർജിക്കൽ ഇന്റർവെൻഷൻ ശേഷം പറയാറുള്ളതാകുന്നു. അതുപോലെ തന്നെ ഗോയിറ്ററിൽ നിന്ന് പിന്നെ അതൊരു മാലിഗ്നൻ ലെവലിലേക്ക് പിന്നെ പോവുകയും അത് കൂടുതലും നമ്മൾ നിരീക്ഷണത്തിൽ അതായത് സിംറ്റംസ് നിരീക്ഷിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചെറുപ്പകാലത്ത് ഗോയിറ്റർ വരികയും അഡോൾസൻസിൽ ആ ഗോയിറ്റർ പിന്നീട് അത് പിന്നെ കൃത്യമായിട്ട് തന്നെ ഡിസപ്പിയർ ആകുകയും ചെയ്യും. ലേറ്റർ അതൊരു മാലിഗ്നന്റ് ആയിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ചില കേസുകളുണ്ട്. കൂടുതൽ അത് അനാപ്ലാസ്റ്റിക് ലെവലിലേക്കൊക്കെ പോകും. അങ്ങനെയുള്ള തൈറോയിഡ് ക്യാൻസർ അതിന് കൽക്കേരിയ അയഡൈഡ് കൃത്യതയോടുകൂടി പറയാൻ സാധിക്കുന്ന മരുന്നാണ്. അതുപോലെ തന്നെ തൈറോയിഡ് എൻലാർജ്മെന്റ് നമ്മൾ ഇൻഫിൽട്രേറ്റിംഗ് ലെവലില് സൈറ്റോളജിക്കൽ ഇൻഫിൽട്രേറ്റിംഗ് ലെവലില് കൃത്യമായിട്ട് തന്നെ സൈറ്റോളജിക്കൽ ഡിസ്ക്രൈബില് കാലി അയഡൈഡ് നല്ല മരുന്നാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മൾ അയോഡത്തിന് ഒരു ഗ്ലാൻഡുലർ എൻലാർജ്മെന്റ് അല്ലെ ആ ഗ്ലാൻസിനെ ചുരുക്കാനുള്ള ഒരു കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ മറ്റു ഡോക്ടർമാർക്ക് വേറെ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗിൽ അയോഡം വന്നാൽ കൃത്യമായിട്ട് ഈവൻ 100% ക്യാൻസർ കുറയ്ക്കും എന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. എന്നാൽ കൂടുതലും നമ്മൾ ഒരു തൈറോയിഡ് വരുമ്പോൾ അയോഡത്തിനെ മാത്രം പിന്നെ കൃത്യതയോടുകൂടി അതിന് സ്വീകാര്യതയോടുകൂടി ട്രീറ്റ്മെന്റ് ഉൾപ്പെടുത്താതെ വേറെ ചിന്തിക്കണമെന്നും കൂടിയാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ പലപ്പോഴും ക്യാൻസർ തൈറോയിഡ് വരുമ്പോൾ ഒട്ടുമിക്കാലും ഹോമിയോ സമൂഹത്തിൽ അയോഡം ഒരു സുപ്രധാന മരുന്നായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ തന്നെ വേറെ വിശാലമായിട്ട് തന്നെ നമ്മൾ മറ്റു മരുന്നുകളിലേക്ക് പോകേണ്ടതായിട്ട് വരണം എന്നാണ് എനിക്ക് ഇതിൻ്റെ അത് ഡിമാൻഡ് ചെയ്യാനുള്ളത്. എന്നാൽ അയോഡം 3x പ്രത്യേക ഒരു കഴിവ് ക്യാൻസർ ട്രീറ്റ്മെന്റിലുണ്ട്. അപ്പോൾ തൈറോയിഡ് അയോഡിൻ ഡെഫിഷ്യൻസി
യുടെ ലെവലില് ട്രിഗേഴ്സ് ഇപ്പോഴത്തെ ഒരു റിസ്ക് ഫാക്ടറാണ് അയഡിൻ ഡെഫിഷ്യൻസി വന്നാൽ ഏകദേശം 5 to 10% മാലിഗ്നൻസിക്ക് അത് കാരണമാകുന്നുണ്ടെങ്കിലും അത് ഫോളിക്കുലാർ ക്യാൻസറിന് പിന്നെ കൃത്യമായിട്ട് തന്നെ പിന്നെ സെല്ലുലാർ പ്രോലിഫറേഷനെ തടയുന്നതായിട്ട് പഠനങ്ങളിൽ അയോഡൻ 3X കണ്ടുവരുന്നുണ്ട്. അപ്പൊ അയോഡൻ 3X കൃത്യമായിട്ട് തന്നെ ക്യാൻസർ തൈറോയിഡിന്റെ പ്രോട്ടോകോളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു ട്രീറ്റ്മെന്റിൽ. പിന്നെ വളരെ സുപരിചിതമായിട്ട് തന്നെ ഹിസ്റ്റോപാതോളജിക്കൽ ലെവലില് ക്യാൻസർ പിന്നെ ഗ്ലാൻസ് തൈറോയിഡ് ഗ്ലാൻസിന് ഏറ്റവും പരിമാണ് ലാപ്പിസാൽബ് തെറാപ്പി. ലാപ്പിസാൽബ് തെറാപ്പിയുടെ ഒരു ഫൈറ്റോ കെമിക്കൽ അല്ല ഒരു കെമിക്കൽ പിന്നെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് കാൽക്കേരിയ സിലിക്കോ ഫ്ലൂറൈഡ് ആണ്. അപ്പം ലാപ്പിസാൽബ് തന്നെ മെറ്റീരിയൽ നമുക്ക് കാണാം. ലാപ്പിസാൽബ് എന്ന് എഴുതിയാൽ അതിന്റെ ബ്രാക്കറ്റിൽ കാൽക്കേരിയ സിലിക്കോ ഫ്ലൂറൈഡ് എന്ന് പറയും. ഇത് ഇസ് മോസ്റ്റ് വണ്ടർഫുൾ ഡ്രഗ് ഇൻ തൈറോയിഡ് ക്യാൻസർ, പിന്നെ എസ്പെഷ്യലി ഓൾ ടൈപ്സ് ഓഫ് ക്യാൻസർ, ഓൾ ടൈപ്സ് ഓഫ് തൈറോയിഡ് ക്യാൻസറിന് ഇന്റർകറന്റ് ആയിട്ട് റിപ്പീറ്റഡ് ഡോസ് ആയിട്ട് കൊടുക്കണം എന്നുകൂടിയാണ് ഞാൻ ഈ അവസരത്തിൽ എനിക്കിത് പറയാനുള്ളത്. കാൽക്കേരിയ സിലിക്കോ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന മരുന്ന് തന്നെയാണ് ലാപ്പിസാൽബ്. ലാപ്പിസാൽബ് നമ്മൾ വിസ്മരിച്ചുകൂടാ ഈ ട്രീറ്റ്മെന്റിൽ. അതുപോലെ തന്നെ സെർട്ടൻ കണ്ടീഷൻസ് നമ്മൾ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാൽ തൈറോയിഡ് ക്യാൻസറിന് കുറച്ച് കണ്ടീഷൻസ് വെച്ച് മരുന്നുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നത്. ഒന്നത് പലപ്പോഴും തൈറോയിഡ് പിന്നെ തൈറോയിഡ് ക്യാൻസർ ഒരു മെനിപ്പോസൽ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ 1-2 മരുന്നിനെ പറ്റി ചിന്തിക്കണം. അത് പലപ്പോഴും അതിൻ്റെ ഒരു ഹോർമോണൽ ഇംബാലൻസ്, അതുപോലെ ആ മനുഷ്യന്റെ മൊത്തമുള്ള ട്രിഗേഴ്സുകൾ ഇതിനെല്ലാം ആശ്രയിച്ചായിരിക്കും ഈ ക്യാൻസർ ഡെവലപ്മെന്റ്സ്. അതുപോലെ തന്നെ നെഗ്ലക്റ്റഡ് ആയിട്ട് ഗോയിറ്റർ കൊണ്ട് നടക്കുക, ട്രീറ്റ്മെന്റിന് പോകാതിരിക്കുക, അത് വളരെ വർഷങ്ങളായിട്ട് തന്നെ അത് ക്രോണിസിറ്റി വന്ന് മാലിഗ്നന്റ് ലെവലിലേക്ക് പോകുന്ന ഈ സ്റ്റേജിലൊക്കെ ഓറമൂറ് നല്ല മരുന്നാണ്. ഓറമൂറ് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ മെനിപ്പോസൽ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട മരുന്നാണ്. അതുപോലെ മെഡോറിനവും അത് പ്രത്യേകിച്ച് ഹൈപ്പർട്രോഫിയുടെ പ്ലസ് ക്ലൈമാറ്ററി പ്ലസ് CA തൈറോയിഡ്, ഈ ഓറമൂറും മെഡോറിനത്തിനെ കൃത്യമായിട്ട് തന്നെ നമ്മൾ വിസ്മരിച്ചുകൂടാ. അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ വേറൊരു പിന്നെ ടൊട്ടാലിറ്റി വരുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ലെവല് വരുന്ന ചില പ്രത്യേകിച്ച് സ്ത്രീകൾ ഹൈപ്പോഗ്ലൈസീമിയ പ്ലസ് തൈറോയിഡ് അനോമാലിസ് വരുമ്പോൾ മെഫൈറ്റിസ് ആണ് കൂടുതൽ കൃത്യമായിട്ട് ഈ മരുന്നിലേക്ക് നോട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ പ്ലാന്റ് നെഗ്ലക്റ്റഡ് ആയിട്ട് ഗോയിറ്റർ വന്ന ക്യാൻസർ ആയിട്ട് ഒന്നും ചെയ്യാത്ത അവസ്ഥ വന്ന് ക്യാൻസർ ആയിട്ട് നടക്കുകയും അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെന്റിനോടൊപ്പവും തൈറോയിഡക്ടമിക്ക് ശേഷവും മറ്റ് ചികിത്സകളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം ഇമാസിയേഷൻ കൂടുതൽ കണ്ടുവന്നു കഴിഞ്ഞാൽ അത് അയോഡൻ 3X തന്നെയാണ് അതിന് കൊടുക്കേണ്ടത്. അത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ അൾട്രാസോൺഗ്രാഫ്, അതുപോലെ ടിറാഡ്സ് ഇന്റർപ്രട്ടേഷന്, അതുപോലെ മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ലെവലിലും ഒക്കെ സ്യൂഡോ പിന്നെ ക്യാൻസർ പിന്നെ ചേഞ്ചസ് നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മളത് ക്യാൻസറിന്റെ ലെവലിലേക്ക് നമ്മൾ ടെസ്റ്റ് പിന്നെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ ക്യാൻസർ പോലെ കണ്ടുവരും, പക്ഷെ അത് ക്യാൻസർ ആയിരിക്കുകയില്ല. ആ ലെവലില് നമ്മൾ സസ്പീഷ്യസ് ആയിട്ട് വെക്കുന്ന സ്റ്റേജില് ഏതാനും പിന്നെ കൊബാൾട്ടം 30 കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് കണ്ടുവരാറുണ്ട്. ഒരു സസ്പീഷ്യസ് മാലിഗ്നൻസി ലെവലില് പിന്നെ സ്യൂഡോ പിന്നെ ക്യാൻസർ ലെവലില് ഡിറ്റക്ഷനിലൊക്കെ നമുക്ക് സംശയം ആ രോഗികൾക്ക് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ക്യാൻസർ ചേഞ്ചസിൽ നിന്ന് രക്ഷപ്പെടാൻ കൊബാൾട്ടം മെറ്റ് നല്ല മരുന്നാണ്. അതിന് നല്ല റിസൾട്ട് കണ്ടുവരുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇതിനെല്ലാം കൃത്യതയോടുകൂടിയുള്ള ഒരു ക്ലിനിക്കൽ ട്രയൽ ഉണ്ട്. അത് മെറ്റീരിയൽ മെഡിക്കലൊക്കെ കൃത്യമായിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നതുമാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു മരുന്നാണ് ഫൈറ്റോലക്ക ഡീകാൻഡൻസിസ്. പലപ്പോഴും നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനാണ് അത് കൂടുതലും ഉപയോഗിക്കുന്നെങ്കിലും
അത് സൈക്കോട്ടിക് സിഫിലിറ്റിക് ഗ്രോയിങ് ലെവലിലേക്ക് ആ മോഡ് ഓഫ് റിയാക്ഷൻ വന്നു കഴിയുമ്പോൾ ഒരു പിന്നെ തൈറോയിഡിന്റെ ഒരു ഇൻഫിൽട്രേഷനിലും സ്റ്റിറസ് ചേഞ്ചസിലും ഒക്കെ ആന്റി പ്രോലിഫറേറ്ററി എഫക്റ്റ്, അതുപോലെ ഡിക്രീസ് സെൽ പ്രോലിഫറേഷനും, അതുപോലെ ആ ഗ്ലാൻസിനെ കൂടുതൽ ചുരുക്കാനും ആ ഗ്ലാൻസിന്റെ കൂടുതലുള്ള വാസ്കുലൈസേഷനും ഒക്കെ ഫൈറ്റോലാക്ക ഡീകാനൻസ് നല്ല പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ പിന്നെ പൾമിനറി മെറ്റാസ്റ്റസിസ്, തൈറോയിഡ് ക്യാൻസർ വന്നിട്ട് പൾമിനറി മെറ്റാസ്റ്റസിസ് വന്നാൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മരുന്നാണ് ഫൈറ്റോലാക്ക ഡീകാൻഡൻസിസ്. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് തന്നെ മറക്കാൻ പാടില്ലാത്ത രണ്ട് മരുന്ന് തൈറോയിഡ് ക്യാൻസറിന്റെ ലെവലിൽ കൂടുതലും നമുക്ക് ട്രീറ്റ്മെന്റ് ട്രയലിൽ കിട്ടുന്ന ആഫ്റ്റർ തൈറോയിഡക്ടമിക്ക് തന്നെയായിരിക്കും. തൈറോയിഡ് എടുത്തു കളഞ്ഞിട്ട് ക്യാൻസറുമായിട്ട് സങ്കീർണമായിട്ട് വരുന്ന ലെവൽ വളരെ കുറവായിരിക്കും നമുക്ക് വരുന്ന കേസുകളെല്ലാം. അതിന് പലപ്പോഴും കാർസിനോസിനെയും മലാൻഡറിനെയും നമ്മൾ മറക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് ഞാൻ ഒന്നുകൂടെ ഓർത്ത് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ രോഗിയുടെ മൊത്തം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഒരു അഡ്വാൻസ് സ്റ്റേജ് ക്യാൻസറായി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വന്നാലും നമ്മൾ കൃത്യമായിട്ട് തന്നെ വിസ്കോആൽബ്, മദർ ടിഞ്ചറും സോറിനവും നമ്മൾ ചിന്തിക്കണം എന്നുകൂടിയാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. സോറിന എപ്പോഴും ഒരു ഡിഫക്റ്റീവ് ഫാഗോസൈറ്റ് ഡ്രഗാണ്. അത് നല്ല രീതിയിൽ അത് രോഗിക്ക് ആശ്വാസം കൊടുക്കുകയും ചെയ്യും. ഈ അവസരത്തിൽ പിന്നെ തൈറോയിഡ് ക്യാൻസറിനെ പറ്റി കൃത്യതയോടുകൂടി എനിക്കത് പറയാനുള്ള ഒരു ഡിസ്കഷൻ ഇത്രയുമാണ്. നമ്മൾ 15 മിനിറ്റോളം ലേറ്റർ ഈ ക്ലാസ്സിന് മിച്ചമുണ്ട്. അപ്പം മറ്റുള്ള ഡോക്ടർമാരുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഈ സെഷനിലുള്ള ഡിസ്കഷൻസ് എന്നിവയിലേക്ക് കടക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ 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 ഡോക്ടറെ, വളരെ വിശദമായി തന്നെ തൈറോയ്ഡ് ക്യാൻസറിനെ കുറിച്ച് ഡോക്ടർ സംസാരിച്ചു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇനി മറ്റുള്ള ഡോക്ടേഴ്സിന് ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലോ ചോദിക്കാം. ഒരു 15 മിനിറ്റ് അല്ല, ഏകദേശം 15 മിനിറ്റ് ഉണ്ട്. ആരും സമയം കളയാതെ ഓരോരുത്തരായിട്ട് പെട്ടെന്ന് തന്നെ ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരിക. ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളും പറയാനുണ്ടെങ്കിൽ പറയാം. ഡോക്ടർ ലതാ മനോഹരൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. താങ്ക് യു ശൈല ഡോക്ടർ. താങ്ക് യു സജീവൻ ഡോക്ടർ. ഓക്കെ, നമസ്കാരം. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, മലാൻഡ്രിനും കാർസിനോസിനും ഡോക്ടർ പ്രിവെന്റീവ് സൈഡിൽ ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ 30 കാർസിനോസിന് 30 ലോപ്പോട്ടിക്സ് കൊടുക്കാനാണല്ലോ പറഞ്ഞത് അല്ലേ? കാർസിനോസിൻ അത് റിപ്പീറ്റേഷൻ എങ്ങനെയാ? ഒരു ദിവസം എത്ര ഡോസ് കൊടുക്കാം? സാധാരണഗതിയില് കാർസിനോസിന് കൊടുക്കേണ്ടത് എവരി വീക്ക് ആണ്. അല്ലെങ്കിൽ ചിലർ വൺസ് ഇൻ എ മന്ത്. അതാ രോഗിയുടെ സസെപ്റ്റബിലിറ്റി, ആ കേസിന്റെ ലെവൽസ്, അതിന്റെ ഒരു ഡിസ്റ്റന്റ് മെറ്റാസ്റ്റാസിസ് ലെവല്, അതാ ടിറാഡ്സിന്റെ ഗ്രേഡ്, ഇതിനൊക്കെ ആശ്രയിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. മലാൻഡ്രിന് പലപ്പോഴും മലാൻഡ്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് സർജിക്കൽ ഇന്റർവെൻഷനിൽ കോശങ്ങൾ ബാക്കി നിൽക്കുകയാണെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവുകളെന്നാണ് മെറ്റീരിയ കൃത്യമായിട്ട് പറയുന്നത്. ആ അപഗ്രഥനത്തിലൂടെ നമ്മൾ എപ്പോഴും ടോട്ടൽ തൈറോയിഡക്ടമിയോ ലോബക്ടമി ചെയ്ത് കഴിയുമ്പോൾ ഈവൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ എപ്പോഴും സർജറിക്ക് ശേഷം ഈ കാർസിനോസിന്റെ ആ ലെവലിൽ തന്നെ ഡോസേജ് കൊടുക്കാമെങ്കിൽ നന്നായിരിക്കും. കാർസിനോസിനെ മാറ്റിക്കൊണ്ട് മലാൻഡ്രിൻ ചിന്തിക്കണം എന്ന് പറയാൻ കാര്യം അതാണ്. പലപ്പോഴും അതിന് നല്ല റിസൾട്ട് കിട്ടാറുമുണ്ട്. അപ്പോൾ തൈറോയിഡക്ടമി നടത്തിയില്ലാത്ത ഒരു പേഷ്യന്റ് ഹോമിയോ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് ഇന്റർകറന്റ് ആയിട്ട് മലാൻഡ്രിനെ നമുക്ക് മെറ്റാസ്റ്റാസിസ് പ്രിവെന്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുമോ? ഏറ്റവും അതിനേക്കാളിലും ആ സ്റ്റേജിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഏറ്റവും മെറ്റാസ്റ്റാസിസ് തടയാൻ കാർസിനോസിൽ തന്നെയാണ് നല്ലത്. കാർസിനോസിന് തൂജയാണ് നല്ലത്. തൂജയാണ്.
അത് പൊട്ടൻസി 30 തന്നെയാ മതിയോ? പൊട്ടൻസി തന്നെ 6 പൊട്ടൻസി ഒക്കെ നല്ലതാണ്, സൂചിയാണത്. ശരി. ഇതാണ് എനിക്ക് അറിയാനുള്ളത്. താങ്ക് യു ഡോക്ടറെ. ഓക്കെ ലതാ മനോഹരൻ ഡോക്ടറെ, നമുക്കിനി സുപ്രിയ രാധാകൃഷ്ണൻ ഡോക്ടർ, സൂര്യ രാധാകൃഷ്ണൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സൂര്യ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. ഓക്കെ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഡോക്ടറെ, ആ കാൽസിറ്റോൺ കുറയ്ക്കാൻ ഡോക്ടർ 2 മെഡിസിൻ, ഒന്ന് കുർക്കുമ ലോങ്ങയും മലാൻഡ്രിനും പറഞ്ഞാൽ, അല്ലാതെ വേറെ 2 കൂടെ പറഞ്ഞല്ലോ ഡോക്ടർ. കാൽസിറ്റോൺ കാൽസിറ്റോണിൻ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് മെഡിലറി തൈറോയ്ഡ് ക്യാൻസറിന് മലാൻഡ്രിനും ബിസ്കോആൽബും. കുർക്കുമ അല്ല, കുർക്കുമാൻ. പിന്നെ നമ്മളെ കുറയ്ക്കാൻ കഴിയുള്ളത് കാർസിനോസിൻ തന്നെയാണ്. അപ്പൊ വിസ്കാർബ്, മെലാൻഡ്രിനും കാർസിനോസിൻ അല്ലേ? അതെ അതെ അതെ. താങ്ക് യു ഡോക്ടർ. ഓക്കെ ഡോക്ടറെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. തൈറോയ്ഡ് ഫോളിക്കുലർ നിയോപ്ലാസം കാരണം 1/3 ഓഫ് തൈറോയ്ഡ് റിമൂവ് ചെയ്ത ആൾക്ക് ഭാവിയിൽ ക്യാൻസർ വരാനുള്ള ചാൻസസ് ഉണ്ടോ ഡോക്ടർ? അങ്ങനെ പറയാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുമോ? ഫോളിക്കുലർ നിയോപ്ലാസം ആയിരുന്നത് കാരണം തൈറോയ്ഡ് 1/3 റിമൂവ് ചെയ്തു. ഓക്കെ. അപ്പൊ അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ മറ്റുള്ളവർക്കുണ്ട്. അപ്പൊ ഈ പറയുന്ന പേഷ്യന്റിനും ഭാവിയിലും തൈറോയ്ഡ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അപ്പൊ മനസ്സിലാക്കുന്നത്. അവിടെ പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം ഡോക്ടർ? ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ഒന്ന് വിസ്കോആൽബും ഒന്ന് കാർസിനോസിൻ തന്നെയാണ്. അതെങ്ങനെ കൊടുക്കണം എന്ന് പറയൂ ഡോക്ടർ. ഏകദേശം കാർസിനോസിൻ വൺസ് ഇൻ എ മന്തും വിസ്കോആൽബ് മോർണിംഗ് ആൻഡ് നൈറ്റില് സ്മോൾ ഡോസ്, അതായത് 5 ഡ്രോപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ടിഞ്ചർ അല്ലേ? ടിഞ്ചർ കാർസിനോസിൻ 6 ഏകദേശം 3 to 6 മന്ത് കൊടുക്കാം. കാരണം വിസ്കോആൽബ് ശരീരം റെസിസ്റ്റ് ചെയ്യുന്ന ഒരു മരുന്നല്ല. എന്നാൽ ഈവൻ ചില ടിഞ്ചേഴ്സുകൾ, റവോൾഫിയ ശരീരം റെസിസ്റ്റ് ചെയ്യുന്ന ഏകദേശം 10 to 15 ഇയേഴ്സ് ആണ് പഠനങ്ങളിൽ. അതിന്റെ ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ വിസ്കോആൽബിന് അതിന്റെ ആൽക്കലോയിഡ്സ് വളരെ സുദീർഘമായിട്ട് തന്നെ ദീർഘകാലം ശരീരത്തിന് റെസിസ്റ്റ് ചെയ്യാതെ നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അതിനൊരു 3 to 6 മന്ത് ഈ മരുന്ന് കൊടുക്കാൻ നല്ലതായിരിക്കും. അവിടെ കാർസിനോസിൻ 6C ആണോ? കാർസിനോസിൻ പലപ്പോഴും 200 പൊട്ടൻസി കൊടുക്കുന്നതായിരിക്കും ഒന്നോ ഒരു ഡോസ് ഇടയ്ക്ക് വീക്കിലി കൊടുത്താൽ മതി അല്ലേ? എവരി മന്ത് കൊടുക്കാം. എവരി മന്ത്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ സൂര്യ ഡോക്ടർ, ഇനി അടുത്തതാരാണ് വരുന്നത്? ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാം. അതുപോലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്ന് കൊടുത്ത്. വിഷ്ണുരാജൻ ഡോക്ടറൊക്കെ ഉണ്ടല്ലോ, വിഷ്ണുരാജൻ ഡോക്ടറെ ഞാൻ ക്ഷണിക്കുകയാണേ. വിഷ്ണുരാജൻ ഡോക്ടർ ഫേമസ് തൈറോയിഡ് ചികിത്സകനാണ്. വിഷ്ണുരാജ് ഡോക്ടർ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ധനേഷ് ഡോക്ടറെ സംസാരിച്ചോളൂ. ഡോക്ടർ, എന്തുകൊണ്ടും വളരെ നല്ലൊരു വിഷയമായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഈ തൈറോയ്ഡ് പ്രോബ്ലംസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ തൈറോയ്ഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇത് സർജറി ചെയ്യണം, ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും, ശ്വാസം മുട്ടൽ വന്ന് മരിച്ചു പോകും, ഇങ്ങനെയൊക്കെയുള്ള ഭയപ്പാടുകളുള്ള ഒരു കാലമാണ്. അപ്പം അങ്ങനെ തുടങ്ങുന്ന സ്റ്റേജിൽ ആ ഒരു ഭയപ്പാട് വരുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങണ്ടേ ശരിക്കും? നമ്മുടെ ഹോമിയോപ്പതി കൺസെപ്റ്റ് വെച്ച്. തീർച്ചയായിട്ടും. അപ്പൊ അതിനുശേഷം ഇത് തൈറോയ്ഡ് പ്രോബ്ലം, അതായത് പല ആൾക്കാർക്കും TSH അതുപോലുള്ള എല്ലാം നോർമൽ ആയിരിക്കും, പക്ഷെ തൈറോയ്ഡ് മെഗാലി കാണിക്കും. പക്ഷെ അവിടെ തന്നെ അവര് ഇത് ക്യാൻസർ ആവാം, അല്ലെങ്കിൽ ഭാവിയിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭയപ്പാട് കൂടി ആയിരിക്കും വരുന്നത് അല്ലേ? അതെ. അവിടെ അതിന്റെ തുടക്കത്തിൽ ഡോക്ടർ സാധാരണ എന്താണ് ചെയ്യുന്നത്? സാധാരണ നമ്മള് തൈറോയ്ഡ് എൻലാർജ്മെന്റിനെ പറ്റിയാന്ന് തോന്നുന്നു സാറ് സംസാരിച്ചു വന്നത്. ഞാൻ ക്യാൻസർ വാക്കിലോട്ട് പോയത് രോഗിയുടെ മനസ്സിൽ അത് വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. പലപ്പോഴും നമ്മള് ഈ ആധുനിക യുഗത്തില് നമ്മള് കുറച്ച് ഡയഗ്നോസിസ് ലെവലിലേക്ക് നീങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മള്
വെറുതെ ഒരു ഡിഗ്ലോട്ടീഷ്യൻ ടെസ്റ്റ് മാത്രം ചെയ്ത് ഗ്ലാൻഡ് നോർമലാ എന്ന് പറയുന്നതിലുപരി തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSHന്റെ ഇവാലുവേഷന്, അതുപോലെ തന്നെ സൂപ്പർഫിഷ്യൽ പിന്നെ എക്കോയിങ്, അതായത് നമ്മൾ പിന്നെ ത്രോട്ട് റൗണ്ടഡ് പോട്ട് ബെല്ലീഡ് ആകുന്ന ആ സമയത്ത് അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ലൈക്ക് മിക്സിഡിമ ഈ ലെവലിലൊക്കെ, അതുപോലെ കൽക്കേരിയ കാർവ് കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഗ്രഫൈറ്റിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉള്ള ആളുകളുടെ പിക്ചർ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ളവരെ നിർബന്ധപൂർവ്വം നമ്മൾ USGക്ക് റിവീൽസ് ചെയ്യണം. ഈ USGക്ക് റിവീൽസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡയമീറ്റർ പാരാമീറ്റർ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പറയുമ്പോൾ തന്നെ രോഗികൾ അത് ചെയ്തു വരികയും നമുക്ക് അവരുടെ ഒരു സംശയം മാറ്റാൻ നമുക്ക് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം. പലപ്പോഴും നോർമലാണ്, അല്ലെങ്കിൽ ആ ടിഷ്യൂസിന്റെ പിന്നെ ബൾജിങ് അല്ലെങ്കിൽ ആ നെക്കിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ കണ്ട് നമ്മളൊരു മരുന്നിലേക്ക് പോകാതെ തന്നെ ഡയഗ്നോസ്റ്റിക് ലെവലിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് അതിന് പറ്റിയ ഒരു മരുന്ന് കൊടുക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അങ്ങനെ വന്ന് ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ പ്രേമ പൈസ ക്യാൻസർ ആണ് എന്ന് മനസ്സിലാകുമ്പോൾ തുടക്കത്തിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് എങ്ങനെയാണ് സാറ് പോകുന്നത്? പലപ്പോഴും അങ്ങനെ ഒരു റാഡ്സ് 3 to 4 3 ഒക്കെ സർവ്വസാധാരണമാണ്, സസ്പീഷ്യസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്യൂഡോ ക്യാൻസർ ലെവലിലേക്ക് അത് വരുന്നത്. ക്യാൻസർ ഡോക്ടറും ഒന്നും പറയുകയില്ല, ഡയഗ്നോസിസും ഒന്നും പറയുകയില്ല, എന്നാൽ ആ രോഗി ക്യാൻസറും അല്ല. ഇത് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് തൈറോയിഡിന്, പ്രത്യേകിച്ച് ക്യാൻസർ ലീഡിങ് ലെവലിലേക്ക് വരുമ്പോൾ. ഞാൻ കൊബാൾട്ടം നൈട്രൈറ്റിന്റെ കാര്യം പറഞ്ഞതാണ്. കൊബാൾട്ടം മെറ്റും നൈറ്റും ഉണ്ട്, അത് രണ്ടും ഇതിന് നല്ല മരുന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേജില് നമ്മൾ പലപ്പോഴും അലോപ്പതിയിൽ പോലും അത് FNACക്ക് വിധേയമായിട്ട് പോയിട്ട് FNACയിൽ ചിലപ്പം പിന്നെ അതിൻ്റെ ഒരു മൈൽഡായിട്ടുള്ള ടിഷ്യൂസ് പെൻട്രേഷനെ കാണുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവര് ഒരു അഡൽട്ടാണ്, 35 to മുകളിലാണെങ്കിൽ അവർ ലോബക്ടമി ചെയ്യാൻ പറയും, കംപ്ലീറ്റ് തൈറോയിഡ് എടുത്ത് കളയാൻ പറയില്ല. അത് പലപ്പോഴും പ്രോഗ്നോസിസ് ഗുഡും ആയിരിക്കും. ആ ലെവലിൽ നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ലോബക്ടമി ചെയ്യണ്ട എന്ന് അഡ്വൈസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മരുന്നുകൾ തന്നെ ഈ രോഗികൾ കഴിക്കാൻ വരികയും അതിന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സീരീസിലുള്ള ഇൻഹിബിറ്റേഴ്സ് ലെവലിലുള്ള മരുന്നുകൾ കൊടുത്താൽ ഇത് ഒരു കൃത്യമായിട്ട് തന്നെ കൽക്കേരിയ കാർബ്, അതുപോലെ തന്നെ അയോഡൻ 3S ഇങ്ങനെയുള്ള നല്ല നല്ല മരുന്നുകൾ കൊടുത്താൽ തന്നെ ഇത് നെഗറ്റീവായി പോകാറുണ്ട്. ക്യാൻസർ ലെവലിലേക്കൊന്നും ഇത് പോകില്ല എന്നാണ് നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ. ഡോക്ടർ ഒരു വിവരം ചോദിച്ചോട്ടെ ഡോക്ടർ? ചോദിക്കാം സാർ. ഡോക്ടർ, ഈ തൈറോയിഡക്ടമി ചെയ്തവർക്ക് ഈ കഴുത്തിന്റെ ആ ക്ലാവിക്കിളിന്റെ ആ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് നീര് വരുന്നത് എന്തുകൊണ്ടാ? തൈറോയിഡക്ടമി രീതിയിൽ വരുന്ന അവരൊരു ഫ്ലൂയിഡ് അക്യൂമുലേഷൻ വരുന്നു എന്നുള്ളതാ. അത് ഒത്തിരി വർഷങ്ങളായി, ഈ 10-20 കൊല്ലമായി ചെയ്തിട്ട്. എക്സ്ക്ലൂഷൻസ് വരുന്ന അത് പലപ്പോഴും ലിംഫാറ്റിക് ലീക്കേജുകളായിരിക്കും. അത് മൈൽഡ് മൈക്രോ ലിംഫാറ്റിക് പെനിട്രേഷൻ ലീക്കേജ് ആയിരിക്കും. ഡിസെക്ടമി ചെയ്യുമ്പോൾ വരുന്ന ഒരു മൈൽഡ് ഒരു പ്രതിഭാസമാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ തന്നെ അത് 2 ദിവസം കൊണ്ട് ചിലപ്പോൾ പോവുകയും ചെയ്യും. അത് ടെമ്പററി ആയിട്ട് പലപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ നീർവീഴ്ചയ്ക്ക് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് നെക്ക്. അപ്പൊ നെക്ക് എപ്പോഴും സ്പോഞ്ച് പോലെ വീർത്തിരിക്കുന്നു, നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാത്തതാണ്. അത്രയും വലിയ ഒരു പിന്നെ വിശാലമായ ഒരു ലോകം ശരീരത്തിൽ ഒരിടവും ഇല്ല എന്നുള്ളതാണ് സത്യം. ക്ലാവിക്കൽ ഭാഗത്താണ് കാണുന്നത്, ക്ലാവിക്കൽ ഇരിക്കുന്ന ആ ഭാഗത്ത്. അതെ അതെ, അത് പലപ്പോഴും ലിംഫാറ്റിക് പിന്നെ ലീക്കേജ് തന്നെയായിരിക്കും. അത് മൈക്രോ ലിംഫാറ്റിക് ലീക്കേജ് തന്നെയായിരിക്കും അങ്ങനെയുള്ളവർക്ക് കണ്ടത്. സർവ്വസാധാരണമാണത്. പിന്നെ കണ്ടുവരുന്ന റെക്ടൽ ക്യാൻസറിന് ഇങ്ങനെ കണ്ടുവരാറുണ്ട്. സർജറിക്ക് ശേഷം റെക്ടൽ അനാസ്റ്റമോസിസ് ലീക്കേജ് ആണ് അത് വരുന്നത്. ഇങ്ങനെ രണ്ടിടത്ത് ഇതിങ്ങനെ കണ്ടുവരാറുണ്ട്. അത് കുഴപ്പമില്ല അല്ലേ?
അത് ഒരിക്കലും ഒരു അപകടം ഉള്ള ഒരവസ്ഥയല്ല അത്. ഞാനും ചോദിച്ചോട്ടെ അതെ, ഈ ബ്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് ഏത് സൈഡിലാണോ ബ്രസ്റ്റ് എടുക്കുന്നത് ആ കയ്യില് നീര് വരും. ശേഷം ബ്രസ്റ്റെക്ടമിക്ക് ശേഷം കയ്യിൽ കാണാറുണ്ട്. തീർച്ചയായും അതിന് അപ്പൊ അത് പലപ്പോഴും ആ സ്കോപ്പിലേറിയ നൊഡോസ ലോവർ പൊട്ടൻസി കൊടുത്താൽ തന്നെ അത് കുറയും, നീര് കുറയൂ. നീരും കുറയും. അത് പക്ഷെ വർഷങ്ങളായി, അതുകൊണ്ട് ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. നീര് കാണുമ്പോ ഉണ്ട്, പക്ഷെ അതങ്ങോട്ട് മാറുന്നില്ല. അതുകൊണ്ട് ശല്യവുമില്ല. ശല്യമില്ല, അതങ്ങ് ഇഡിമാറ്റസ് ആയിട്ട് പെർമനന്റ് ആയിട്ട് പോകും. അതിന്റെ ശരീരത്തിലെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഫൈലേരിയാസിസ് നമുക്ക് മാറ്റാൻ പറ്റാത്ത അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് കൊടുത്താലും ഫൈലേരിയാസിസ് മാറ്റാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ലിംഫാറ്റിക് ഒക്ലൂഷൻസ് വന്നിട്ട് ലിംഫ് ഇഡിമയും ലിംഫാൻജൈറ്റിസും അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ലിംഫാറ്റിക് ലീക്കേജ് ആണെന്നാണ് മറ്റേ അലോപ്പതിയിൽ അവര് പറഞ്ഞത്. പക്ഷെ 1000-ൽ ഒരാൾക്കൊക്കെ അങ്ങനെ സംഭവിക്കും. കുഴപ്പമില്ല. ഇൻഫെക്ഷൻ പോലും ആകില്ല എന്നുള്ള സത്യം. അതാണ്. ഓക്കെ. വിഷ്ണുരാജൻ ഡോക്ടർ സംസാരിക്കുന്നുണ്ടോ? ഡോക്ടറെ സംസാരിച്ചോളൂ ഡോക്ടർ. ഹലോ, ഡോക്ടർ എടുത്ത ക്ലാസ് ഉഗ്രം ക്ലാസ് ആണ്. എല്ലാ മെഡിസിനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ആണ്. അതുപോലെ തന്നെ ആ 3 ടിഞ്ചർ വന്ന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ടിഞ്ചേഴ്സ് ആണ് 3 അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ 3 ടിഞ്ചർ. പിന്നെ ക്യാൻസറിന് അഡീഷണൽ ആയിട്ട് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് റൂട്ട 6C നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഞാൻ പറയുന്നു. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഡോക്ടറുടെ ക്ലാസ് ബുക്കിലായിരുന്നു. റൂട്ട 6C തൈറോയ്ഡ് ക്യാൻസറിന് കൊള്ളാം. നമ്മൾ റൂട്ട 6C മറ്റേ റെക്ടൽ ക്യാൻസറിന് കൊള്ളാമെന്ന് പല ക്ലാസ്സുകളിലൂടെ പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൈറോയ്ഡ് ക്യാൻസറിന് നല്ലതാണെന്നാണ് വിഷ്ണുരാജ്. ഒരുപാട് കേസ് എനിക്ക് സക്സസ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ശരി. അത് 3 ടിഞ്ചേഴ്സ് ഏതൊക്കെയാ ഡോക്ടർ പറഞ്ഞേ? വിസ്കം ആൽബം, കുർക്കുമ ലോങ്ക, ഇച്ചിനേഷ്യ. ഡോക്ടറെ പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ റൂട്ട 6, അതിന്റെ കൂടെ തന്നെ കാക്കേരിയ 6X, കാക്കേരിയ ഫോസ് 6X കൂടെയാണ് നമ്മുടെ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അതെനിക്ക് തോന്നി സാർ ഉദ്ദേശിച്ച മനസ്സിലതുണ്ടെന്ന്. അല്ലേ? 3X ആണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. 3X, അതെ. എസ്പെഷ്യലി ജർമ്മൻ കാറ്റലജി സ്കൂൾ ഓഫ് മെഡിസിനിലെ ഒരു പ്രധാനപ്പെട്ട കോമ്പിനേഷൻ ആണ്. എല്ലാ ബ്രെയിൻ ക്യാൻസറോ അല്ല, സാധാരണ ഒരു ജനറൽ ക്യാൻസർ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനോടൊപ്പം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രയോജനം. കാൽക്കേരിയ ഫോഴ്സ് 3X ആണ് കുറെ കൂടെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. സജിമോൻ ഡോക്ടറുടെ അനുഭവത്തിൽ അപ്പോൾ പ്രശോഭനൻ ഡോക്ടർ ബ്രെയിൻ ട്യൂമറിനും റൂട്ട 6C ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പൊ പൊതുവെ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ നല്ലൊരു മെഡിസിനാണ് റൂട്ട 6C എന്ന് തോന്നുന്നു. അങ്ങനെയാണോ സജിമോൻ ഡോക്ടറെ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്ന് നല്ലൊരു ക്ലാസ് തൈറോയ്ഡ് ക്യാൻസറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന നല്ലൊരു ക്ലാസ് എടുത്ത സജിമോൻ ഡോക്ടർ, PHC ആയുഷ് ഹെൽത്ത് സെന്റർ, ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, വാഴൂർ അല്ലേ ഡോക്ടർ? കോട്ടയം വർക്ക് ചെയ്യുന്ന അവിടെ കോട്ടയത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടർ നല്ലൊരു ക്ലാസ്സാണ് നമുക്ക് വേണ്ടി ഇന്ന് എടുത്തിട്ടുള്ളത്. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ സൂര്യ രാധാകൃഷ്ണൻ ഡോക്ടറെ ക്ഷണിക്കും. ഡോക്ടറുടെ ഈ അനുഭവങ്ങൾ, ഈ ക്ലാസ്സിന്റെ ഓരോ മെഡിസിൻസ് പറയുന്നത് ഡോക്ടർ നമുക്ക് വളരെ ഒത്തിരി പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്.
ഡോക്ടർ ക്ലാസ് വളരെ എനർജറ്റിക്കും വളരെ ഹെൽപ്ഫുള്ളും ആണ് നമുക്ക്. ഡോക്ടർക്ക് ഞാൻ IFPHന്റെ പേരിൽ എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ ഇനിയും വന്ന് ഇതുപോലുള്ള ക്ലാസ്സുകൾ എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, നന്ദി സൂര്യ ഡോക്ടറെ. വിഷ്ണുരാജൻ ഡോക്ടർ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഡോക്ടറെ, നാളത്തെ ഒരു അനൗൺസ്മെന്റ്, നാളെ ആർത്രൈറ്റിസിനെ കുറിച്ച് പ്രീത എം ഡോക്ടറുടെ ഒരു പ്രധാന. പ്രീത ഡോക്ടർ അല്ലേ? പ്രീത എം ഉണ്ണി. അതെ അതെ. ഓക്കെ, അപ്പൊ നാളെ ആർത്രൈറ്റിസിനെ കുറിച്ച് നല്ലൊരു ക്ലാസ് ഉണ്ട്. അപ്പൊ എല്ലാവരും നാളത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ക്ലാസ് എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുത്ത് ഡോക്ടറെ പ്രോത്സാഹനവും അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക അവരവര്. എന്തായാലും സജിമോൻ ഡോക്ടർ ഇനിയും മറ്റൊരു ക്യാൻസറുമായി ഡോക്ടറുടെ സൗകര്യം പോലെ വീണ്ടും വരണം. ഞങ്ങൾക്ക് ഡോക്ടറുടെ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയ എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രത്യേകിച്ചും ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്നത്തെ മലയാളം വെബിനാർ ഇവിടെ അവസാനിപ്പിക്കും. എല്ലാവർക്കും ശുഭരാത്രി.